എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്നുള്ളതും പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്നുള്ളതും പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റിൽ 4 കോമ്പിനേഷൻസ് ഉണ്ടെന്നുള്ളതും ആ 4 കോമ്പിനേഷനിൽ 2 കോമ്പിനേഷനായ ഫിക്സഡ് ഇന്റർവൽ ആൻഡ് ഫിക്സഡ് റേഷ്യോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടിരുന്നു. ഓക്കെ, സോ ആ റിമൈനിങ് 2 കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അതിന്റെ പേരാണ് വേരിയബിൾ ഇന്റർവൽ ആൻഡ് വേരിയബിൾ റേഷ്യോ. ഓക്കെ, വേരിയബിൾ ഇന്റർവൽ എന്താണെന്ന് നമുക്ക് നോക്കാം. വേരിയബിൾ ഇന്റർവെല്ലിൽ എമൗണ്ട് ഓഫ് ടൈം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഫിക്സഡ് ഇന്റർവെല്ലുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഫിക്സഡ് ഇന്റർവെല്ലിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പ്രിഡിക്റ്റബിൾ എമൗണ്ട് ഓഫ് ടൈമിന് ശേഷമാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. 6 to 7 അല്ലെങ്കിൽ 6 to 8 അല്ലെങ്കിൽ 7 to 9 whatever, ആ ഒരു ടൈം പീരീഡിനുള്ളിൽ കുട്ടി കൃത്യമായിട്ടൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. അപ്പൊ കുട്ടിക്ക് അറിയാം ഇത്ര ടു ഇത്ര ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടും, എന്നെ കളിക്കാൻ വിടും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം എന്നുള്ളത് കുട്ടിക്ക് അറിയാം അല്ലേ. അതേപോലെ ഈ ഒരാഴ്ച ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ഞാനിത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ സാറ്റർഡേ മോർണിംഗ് എനിക്ക് പാർക്കിൽ പോകാൻ പറ്റുള്ളൂ. സോ ആ എമൗണ്ട് ഓഫ് ടൈം എന്ന് പറയുന്നത് പ്രിഡിക്റ്റബിൾ ആണ്. ആ എമൗണ്ട് ഓഫ് ടൈമിന് കുട്ടി കൃത്യമായിട്ട് ആ ബിഹേവിയർ പെർഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. പക്ഷേ ഇവിടെ വേരിയബിൾ ഇന്റർവെല്ലിൽ ഈ എമൗണ്ട് ഓഫ് ടൈം വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. കുട്ടിക്ക് അറിയത്തില്ല എപ്പോഴാണ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുക എന്നുള്ളത്. അപ്പൊ എക്സ്പെക്ടഡ് ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ബിഹേവിയർ കുട്ടി കറക്റ്റായി ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 1 hour കഴിഞ്ഞിട്ടായിരിക്കും പാരന്റ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ചിലപ്പോൾ അത് 3 hour കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ 5 hours കഴിഞ്ഞിട്ടായിരിക്കാം. കുട്ടിക്ക് അറിയത്തില്ല എപ്പോൾ കിട്ടുമെന്നുള്ളത്, പക്ഷെ കിട്ടുമെന്ന് ഷുവറാണ്. ഓക്കെ, സോ എമൗണ്ട് ഓഫ് ടൈം അവിടെ അൺപ്രഡിക്റ്റബിൾ ആണ്. ആ ടൈം എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ട് ചിലപ്പോൾ 1 hour കഴിഞ്ഞിട്ടാകാം, ചിലപ്പോൾ 2 hour കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 3 hour കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 5 hour കഴിഞ്ഞിട്ടാകാം. ഓക്കെ, സോ ഇവിടെ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് കുറച്ച് മോഡറേറ്റ് ആണ്, പക്ഷെ സ്റ്റഡി ആണ്. റേറ്റ് ഓഫ് ബിഹേവിയർ മോഡറേറ്റ് ആണ്, പക്ഷെ ഉറപ്പായിട്ടും സ്റ്റഡി ആയിരിക്കും. അത്ര പെട്ടെന്നൊന്നും സ്റ്റോപ്പ് ആകത്തില്ല. റീഇൻഫോഴ്സ്മെന്റ് സ്റ്റോപ്പ് ചെയ്താൽ പെട്ടെന്ന് ബിഹേവിയർ സ്റ്റോപ്പ് ആകത്തുമില്ല. ഓക്കെ, അൺപ്രഡിക്റ്റബിൾ കിട്ടുമെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ കുട്ടി ബിഹേവിയർ കാണിക്കും. ഓക്കെ, ബിഹേവിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി വേരിയബിൾ റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫിക്സഡ് റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഫിക്സഡ് റേഷ്യോയിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രിഡിക്റ്റബിൾ നമ്പർ ഓഫ് അൺചേഞ്ചിങ് നമ്പർ ഓഫ് റെസ്പോൺസ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു 4 സബ്ജക്ട്സ് കവർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. അതല്ലെങ്കിൽ ഒരു 3 മാത്സ് പ്രോബ്ലം ഞാൻ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇനി 3 മാത്സ് പ്രോബ്ലം ഞാൻ ഡെയിലി വർക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. സോ ഇവിടെ ആ നമ്പർ ഓഫ് റെസ്പോൺസസ് എന്ന് പറയുന്നത് പ്രിഡിക്റ്റബിൾ ആണ്. ഇവിടെ പക്ഷെ എന്താണ്, അത് അൺപ്രഡിക്റ്റബിൾ ആണ്. കുട്ടിക്ക് അറിയത്തില്ല. ഞാൻ ചിലപ്പോൾ ഞാൻ 2 മാത്സ് പ്രോബ്ലം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് റീഇൻഫോഴ്സ്മെന്റ് അമ്മ വന്നില്ല. ചിലപ്പോൾ 4 എണ്ണം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നത്. ഓക്കെ, ചിലപ്പോൾ ഞാൻ 2 സബ്ജക്ട് കവർ ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് പ്ലേ ടൈം അനുവദിക്കുന്നത്. ചിലപ്പോൾ ഞാൻ 4 സബ്ജക്ട് കവർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എനിക്ക് ഇത്തിരി സ്ക്രീൻ ടൈം തരുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ 5 സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കാം എനിക്കൊരു പ്ലേ ടൈം അനുവദിക്കുന്നത്. സോ ഇവിടെ ഈ നമ്പർ ഓഫ് റെസ്പോൺസസ് എന്ന് പറയുന്നത് എന്താണ്, അത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, സോ ഇതാണ് വേരിയബിൾ റേഷ്യോ. സോ ഇത് അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ എന്താണ്, റേറ്റ് ഓഫ് ബിഹേവിയർ മോഡറേറ്റ് ആണെങ്കിൽ ഇത് ഹൈലി സ്റ്റഡി ആണ്. ബിഹേവിയർ ഹൈലി സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ആയിട്ട് പറയുന്നത് വേരിയബിൾ റേഷ്യോ ആണ്. കാരണം ഇവിടെ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ അൺപ്രഡിക്റ്റബിൾ എപ്പോൾ കിട്ടുമെന്നേ അറിയാതെ ഉള്ളൂ. കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ കിട്ടുമെന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കാനായിട്ടുള്ള ഒരു എന്താ പറയാ മോട്ടിവേഷൻ കുട്ടിക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് റീഇൻഫോഴ്സ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റെൻഡ് ആവത്തില്ല, ഹൈലി റെസിസ്റ്റന്റ് ടു എക്സ്റ്റൻഷനും ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ബെസ്റ്റ് മെത്തേഡ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ ഈ വീഡിയോയോടുകൂടി കംപ്ലീറ്റ് ചെയ്യാണ്. സോ അത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ
അപ്പോൾ തന്നെ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു പോകുന്നതാണ്. അത് എപ്പോഴും ഒരു ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നതിന് ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമായിരിക്കും യൂസ്ഫുൾ. പെട്ടെന്ന് തന്നെ ഒരു അസോസിയേഷൻ നടക്കാനായിട്ടും ലേണിംഗ് നടക്കാനായിട്ട് ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ബിഹേവിയർ ഷേപ്പിംഗിൽ മാത്രമാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് നല്ലത്. ലേറ്റർ വേറെ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എപ്പോഴും ബെസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നത് ഈ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ വേരിയബിൾ റേഷ്യോ തന്നെയാണ്. കാരണം ഹൈലി റെസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ആണ്, ബിഹേവിയർ പെട്ടെന്ന് സ്റ്റോപ്പ് ആകത്തില്ല, ആൻഡ് ബിഹേവിയർ റേറ്റ് സ്റ്റഡി ആയിരിക്കും. പിന്നെന്താണ്, ആൻഡ് ഓൾസോ ഏറ്റവും ബെസ്റ്റ് ആണ്. ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ ബിഹേവിയർ ഷേപ്പ് ആയി വരും. കുട്ടിക്ക് നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും വീണ്ടും വീണ്ടും ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ബാക്കിയുള്ളവരിലേക്ക് അത് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നവരിലേക്ക് അത് ഷെയർ ചെയ്യുക. സജഷൻസ് കമന്റ് ചെയ്യുക, സംശയങ്ങൾ കമന്റ് ചെയ്യുക. ഇനിയും അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ചൈൽഡ് റിലേറ്റഡ് തന്നെ ആവണം എന്നില്ല, ചൈൽഡ് ബിഹേവിയർ തന്നെ ആവണം എന്നില്ല, അത് സൈക്കോളജി മറ്റ് ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ യു ക്യാൻ കമന്റ്. പിന്നെ പുതിയതായിട്ട് ചാനൽ വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. സോ ടേക്ക് കെയർ. താങ്ക് യു.